മനസ്സിൽ ഇങ്ങനെ പതിച്ച് പതിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പണ്ട് പോസ്റ്റ് ഓഫീസിൽ സീലടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഹരേ കൃഷ്ണ. പോസ്റ്റ് ഓഫീസിൽ എങ്ങനെ സീലടിക്കുന്നത് അറിയാമോ? കണ്ടിട്ടുണ്ടോ എഴുത്ത്? അതെ അതെ, ഇങ്ങനെ ഭയങ്കര കുത്താണ്, അങ്ങോട്ടൊരു അടി, ഇങ്ങനൊരു പിടിയാണ് അല്ലേ, വെച്ച് അമുക്കും അല്ലേ. നൂറ്റാണ്ടുകളായിട്ടുണ്ടായിരിക്കും അതിനകത്ത് മഷി ഉള്ളത്, മഷി ഒഴിച്ചിട്ട് അതാണ് ഇട്ട് അമുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാന്റെ പാദമുദ്ര അടിച്ചുറപ്പിക്കണം. നമ്മുടെ നെറുകയിൽ ഭഗവാന്റെ പാദമുദ്ര അടിച്ചുറപ്പിക്കുന്നതിന്റെ സിമ്പലാണ് നമ്മൾ തിലകം തൊടുന്നത്. ആ തിലകം എന്ന് പറയുന്നത് ഭഗവാന്റെ പാദമാണ്. അതുകൊണ്ടാണ് വൃന്ദാവനത്തിലെ ആ മണ്ണിനെ നമ്മൾ തിലകമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ തിലകത്തിന് നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. കാര്യം ഭഗവാന്റെ പാദസ്പർശനമേറ്റ ആ ധൂളി, അത് ആ പാദം നേരിട്ട് ഡയറക്റ്റായി നമ്മുടെ നെറുകയിൽ ഇങ്ങനെ വീഴുകയാണ്. ആ വീഴുന്ന സമയത്ത് അതുകൊണ്ട് ആ പാദങ്ങൾ, ആ പാദമുദ്ര നമ്മുടെ നെറ്റിയിൽ പതിക്കുന്നതോടൊപ്പം, നമ്മുടെ ശരീരത്തിൽ പതിക്കുന്നതോടൊപ്പം നമ്മുടെ ശരീരത്തിനൊരു സംരക്ഷണ ഉണ്ടാവുകയാണ്. ഇനി ആ തിലകത്തിന്റെ താഴെ നമ്മൾ താഴോട്ട് കൊണ്ടുവരും. ചിലർ ചോദിക്കും, നിങ്ങൾ എന്താ മൂക്കിക്കുള്ളിടുന്നത് എന്ന് ചോദിക്കും. ഹരേ കൃഷ്ണക്കാർക്കും എല്ലാം പ്രത്യേകതയാണ്. ഓക്കെ, മേലോട്ടിടുന്ന എങ്ങനെയായാലും നമ്മൾ സഹിക്കാം. കാര്യം എല്ലാവരും പണ്ടൊക്കെ ഇടുന്നവർ കണ്ടിട്ടുണ്ട്. കൊളുത്താം. ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല, പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു. അപ്പം ഇതെന്തൊരു പാടാണാവേ ഇങ്ങനെ താഴോട്ടൊരു വരാൻ, ഇതെങ്ങും വേറെങ്ങും കണ്ടിട്ടില്ല എന്ന് പറയും. വേറൊന്നുമല്ല, ഭഗവാന്റെ പാദം എവിടെയുണ്ടോ ആ പാദങ്ങളിൽ തുളസീദളവുമുണ്ട്, തുളസീദേവിയുടെ പരിചരണവുമുണ്ട്. അപ്പം ഭഗവാന്റെ പാദങ്ങൾ നമ്മുടെ നെറ്റിയിൽ അമർത്തുമ്പോൾ ആ പാദങ്ങളിൽ തീർച്ചയായിട്ടും തുളസീദേവിയും വരും. ഹരേ കൃഷ്ണ. അപ്പൊ അതാണ് ആ തിലകത്തിന്റെ പ്രത്യേകത. ശരിയാണ്, വൈഷ്ണവർക്ക് ചില പ്രത്യേകതകളുണ്ട്. അതാണ് അവരുടെ ഐഡന്റിറ്റി. ഹരേ കൃഷ്ണ. ശേഷം നമുക്ക് വിളക്ക് കൊളുത്തിയിട്ട് തുടങ്ങാം. ഓക്കെ, രഞ്ജിത് ജി, നമുക്ക് വിളക്ക് കൊളുത്താം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഒരു മന്ത്രം നമ്മൾ ചൊല്ലും. മന്ത്രം, ആ മന്ത്രം കൂടെ ഏറ്റ് പറയണം. ഓക്കെ. നമാവോ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമാവോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാംനേ ഗൗരതിഷേ നമഃ. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ.
गोविंदाय नमो नमः। जय श्री कृष्ण चैतन्य जय श्री कृष्ण चैतन्य प्रभु नित्यानंद प्रभु नित्यानंद श्री अद्वैत गदाधर श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंदा हरे कृष्ण हरे कृष्णा कृष्ण कृष्ण हरे हरे कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे हरे राम राम हरे हरे। मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं नारायणं नमस्कृत्य नरं चैव नरोत्तमं ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ രണ്ട് ഭവനത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കാർത്തിക മാസവും ഭഗവാനെയും കൊണ്ട് ഭഗവാനോടൊപ്പം നമ്മൾ രണ്ട് ഗൃഹത്തിൽ വന്നിരിക്കുന്നു. വിജയൻ പ്രഭുവിന്റെയും പ്രസീത മാതാജിയുടെയും വീട്ടിലും രഞ്ജിത്ത് പ്രഭുവിന്റെയും ശ്രീദേവി മാതാജിയുടെയും വീട്ടിലും രണ്ട് ഗൃഹത്തിനും ഭഗവാന്റെ സാന്നിധ്യവും സാമീപ്യവും സംരക്ഷണയും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. തീർച്ചയായും ഈ കാർത്തിക മാസത്തിൽ ഭഗവാനെ സ്വാഗതം ചെയ്തതുകൊണ്ട് ഉറപ്പായും സംരക്ഷണ ഉണ്ടാവും. ആ സംരക്ഷകൻ എന്ന പേരിൽ അന്വയം തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ജനാർദ്ദന എന്ന് വിളിക്കുന്നത്. ജയപ്രകാശ് പ്രഭു ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് കാർത്തിക മാസത്തിന്റെ പ്രാധാന്യത, അതുപോലെ വൈഷ്ണവരുടെ പ്രത്യേകത. വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്ക്രിപ്ചറിൽ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ടും ആചരിക്കണം, പിന്തുടരണം എന്ന് കർക്കശമായ ബോധമുള്ളവരാണ്. അതുകൊണ്ടാണ് കാർത്തിക മാസവും നിശ്ചിതമായി തന്നെ യാതൊരു അണുവിടയും വ്യത്യാസമില്ലാതെ ആചരിക്കണം, അത് ഓൺലൈൻ ആണെങ്കിലും നേരിട്ടാണെങ്കിലും എന്ന് പറയുന്നു. അപ്പൊ വൈഷ്ണവരുടെ പ്രത്യേകത നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം ചിലർ ചോദിക്കും, വൈഷ്ണവരുടെ ഐഡന്റിറ്റിയും അത് തന്നെയാണ്. പ്രഭുപാദരടുത്ത് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ഇതെന്താ ഇങ്ങനെ കഴുത്തിൽ ബെൽറ്റ് മാതിരി നായകളെ പോലെ, നായകൾക്ക് മാത്രമേ കഴുത്തിൽ ബെൽറ്റ് ഇടാറുള്ളൂ, ഈ ഹരേ കൃഷ്ണ ഡിവോട്ടീസും വൈഷ്ണവരുടെ കഴുത്തിലും ഒരു ബെൽറ്റ് ഉണ്ട്, നായകളെ പോലെയാണെന്ന്. പ്രഭുപാദരും അതിന് ആൻസർ കൊടുത്തിരുന്നു. ശരിയാണ്, വൈഷ്ണവര് നായകളാണ്. ആ നായക്ക് നല്ല ഒരു യജമാനനുണ്ട്. നല്ല ഒരു യജമാനന്റെ കൂടെ വളരുന്ന നായക്ക് മാത്രമേ കഴുത്തിൽ ബെൽറ്റ് കാണത്തുള്ളൂ. കഴുത്ത് ബെൽറ്റ് ഇല്ലാത്ത നായകളെല്ലാം തെരുവ് നായകളാണെന്ന് പ്രഭുപാദർ മറുപടിയും പറഞ്ഞു. അപ്പം നായകളാണെങ്കിൽ പോലും അത് നല്ല ഒരു യജമാനന്റെ വീട്ടിൽ വളരണം, എങ്കിലേ ആ നായക്കും സൗഭാഗ്യങ്ങൾ കിട്ടത്തുള്ളൂ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ജയ രാധാ മാധവ സ്നേഹ പാടിക്കൊള്ളു. ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്റ്റാർട്ട് ചെയ്തു. ജയ രാധ മാധവ ജയ കുഞ്ച
Jaya Radha Madhava Jaya Kunja Vihari Jaya Gopi Jana Vallabha Jaya Girivaradhari Jaya Girivaradhari Jaya Gopi Jana Vallabha Jaya Girivaradhari Jaya Girivaradhari Yashodanandana Vraja Janarandana Yashodanandana Vraja Janarandana Yamuna Tira Vanachari Yamuna Tira Vanachari Jaya Radha Madhava Jaya Kunja Vihari Jaya Radha Madhava Jaya Kunja Vihari Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare Shri Radha Madhav ki Jai, Shri Prabhupada ki Jai, Nitai Gaur Premanande, Hare Hare. ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ സന്തോഷം. വളരെ മനോഹരമായിരിക്കുന്നു അൾത്താര. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് വീണ്ടും വളരെ മനോഹരമായിരിക്കുന്നു. ദാമോദര ഭഗവാനെ ഒരുക്കി വെച്ചിരിക്കുന്നു. പറഞ്ഞു വന്നത് എന്താണ്? ശ്രീമദ് ഭഗവത്ഗീത 2-ാമത്തെ അധ്യായത്തില് 65-ാമത്തെ ശ്ലോകം പറയുന്നു, എങ്ങനെ നമുക്ക് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പ്രസാദേ സർവദുഃഖാനാം നിരസ്യോപജായതേ പ്രസന്നചേതസാഹി ആശു ബുദ്ധി പരി അവതിഷ്ഠതേ. പ്രസാദേ സർവദുഃഖാനാം അസ്യോപജായതേ പ്രസന്നചേതസോ ഹി ആശു ബുദ്ധിർ പര്യവതിഷ്ഠതേ. കൃഷ്ണ അവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയുടെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാൾ താമസം വിന സ്ഥിരപ്രതിഷ്ഠ നേടും. പ്രയാസങ്ങളില്ലാതെ വരുമ്പോൾ മാത്രമേ ഒരാൾക്ക് സ്ഥിരപ്രതിഷ്ഠ നേടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മനസ്സിന് കോൺസെൻട്രേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ ആദ്യം പറഞ്ഞത് കൃഷ്ണ അവബോധത്തിൽ ഇപ്രകാരം, അതായത്
ഭഗവാന്റെ പ്രസാദം കൊണ്ട് നമ്മൾ കൃഷ്ണാവബോധത്തിലെത്തുന്നു. കൃഷ്ണാവബോധത്തിലെത്തുമ്പോൾ നമ്മൾക്ക് ഭഗവാന്റെ പ്രസാദം കിട്ടുന്നു. ആ കൃഷ്ണ അവബോധം, ആ ഭഗവാന്റെ പ്രസാദം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമിക കർമ്മങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ തിലകം ധരിക്കുന്നത്. ഭഗവാന്റെ പാദങ്ങളെ നമ്മുടെ നെറ്റിയിൽ സീലിട്ട് അടിച്ചുറപ്പിക്കും. അതിന്റെ കൂട്ടത്തിൽ തുളസീദളം അവിടെ വരും ഭഗവാന്റെ പാദങ്ങളെ സേവ ചെയ്യുവാൻ. ഇതാണ് വൈഷ്ണവരുടെ ഐഡന്റിറ്റി. നമുക്ക് അഭിമാനിക്കാം, നമ്മൾ യജമാനനുള്ള നായകളാണ്. നമ്മൾ യജമാനനില്ലാത്ത തെരുവുകളിൽ വളരുന്ന, തെരുവുകളിൽ പോകുന്ന നായകളല്ല. അപ്പം യജമാനുള്ള നായകളുടെ പ്രത്യേകത എന്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സുഖമായിരിക്കും, സുഖകരമായ ഭക്ഷണം കിട്ടും, സുഖകരമായ താമസം കിട്ടും, വീട്ടിനുള്ളിൽ യഥേഷ്ടം കയറിച്ചെല്ലാം. ഒരുപക്ഷെ വീട്ടിനുള്ളിൽ തന്നെ ആയിരിക്കും, യജമാനന്റെ മുറിയിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഉറക്കവും. അതേസമയം തെരുവ് നായയാണെങ്കിലോ, തെരുവ് നായയെ സംബന്ധിച്ചിടത്തോളം അവൻ ഭയപ്പാടിലാണ് അവർ വളരുന്നത്. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മറ്റു നായകളെ നോക്കും, മറ്റു നായകൾ ശല്യം ചെയ്യാൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റ് മനുഷ്യർ ശല്യം ചെയ്യാൻ വരുന്നുണ്ടോ. അവൻ എപ്പോഴും ഭയപ്പാടിലൂടെ ആയിരിക്കും പോകുന്നത്. തെരുവിലെ നായ അവൻ യഥേഷ്ടം സഞ്ചരിക്കാം, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവൻ എപ്പോഴും ഭയത്തിലൂടെയുള്ള, ഭയത്തിന് അധീനമായിട്ടുള്ള സ്വാതന്ത്ര്യമായിരിക്കും തെരുവ് നായയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം, നമ്മള് കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ടുള്ള നായയാകണമോ അതോ കഴുത്തിൽ ബെൽറ്റ് ഇല്ലാത്ത നായയാകണമോ എന്നുള്ളത്. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിന്റെ സന്ദേശവുമായിട്ട് സ്മിത മാതാജി വരും. ഹരേ കൃഷ്ണ. അത് കഴിഞ്ഞിട്ട് നന്നു പാടാൻ റെഡിയായിട്ടിരിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എങ്ങനെയാണോ ചെടികളില് ഭഗവാന് തുളസി ഇഷ്ടം, അതുപോലെ മാസങ്ങളിൽ വെച്ച് ഏറ്റവും ഭഗവാന് ഇഷ്ടം കാർത്തിക മാസം. കാർത്തിക മാസത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഈ കാർത്തിക മാസത്തില് ഭഗവാൻ ദാമോദരന് നെയ്വിളക്ക് കാണിക്കുകയും ദാമോദരാഷ്ടകം ചൊല്ലുകയും ചെയ്യുന്നു. പിന്നെ നമ്മൾ എന്താ ചെയ്യാ? ഈ ദാമോദരന്റെ കഥ, ഈ ലീല, യശോദാമ്മയും ഭഗവാനും തമ്മിൽ നടന്ന ആ ലീല നമ്മൾ സംസാരിക്കും, പറയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉള്ള ബെനിഫിറ്റ് എന്താണ്? നമ്മൾ ഈ ദാമോദര ലീല നമ്മൾ പറയുമ്പോ, കേൾക്കുമ്പോ നമ്മൾക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ പൂർവികന്മാർക്ക് മോക്ഷം ലഭിക്കുകയും വരുന്ന 7 തലമുറയ്ക്ക് അതിന്റെ ഗുണം ചെയ്യുകയും ചെയ്യും. നമ്മളുടെ മൗണ്ട് മേരുവിനെ പോലെ അത്രയും പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ കാർത്തിക മാസത്തിൽ നമ്മൾ ഒരു വിളക്ക് ഭഗവാൻ ദാമോദരന് നെയ്യിന്റെ വിളക്ക് കാണിക്കുകയും ദാമോദരാഷ്ടകം ചൊല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം കത്തിപ്പോകുന്നാണ് കാർത്തിക മാസത്തിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് പുരാണങ്ങള്, സ്കന്ദപുരാണത്തിലും പത്മപുരാണത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. വെറുതെ ദാമോദരന്റെ ലീല കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മില്യൺസ് ഓഫ് ബർത്തിന്റെ ജന്മങ്ങളുടെ പാപങ്ങൾ അത് കരിച്ചു കളയുന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഈ ഭക്തിയുടെ കാര്യത്തില് ഇപ്പൊ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിലെ പൈസ നമ്മൾ ഈ ജന്മത്തില് ഇപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഭരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലോ, എന്നാ ഞാൻ എന്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസയും കൂടെ കുറച്ച് എടുത്തിട്ട് പോവാം, അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് എടുത്തിട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. ഇട്ട തുണി അടക്കം ഇവിടെ ഇട്ടിട്ട് വേണം നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എങ്ങനെ നമ്മൾ വന്നോ, ഒന്നും ഇല്ലാതെ വന്നോ, അതേപോലെ തന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോഴും നമുക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ ഭക്തിയുടെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഭക്തി എങ്ങനെയാണ്? ഭക്തിയിൽ നമ്മൾ എന്ത് ചെറിയ കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതാണ് നമ്മുടെ ആക്ച്വൽ ബാങ്ക് ബാലൻസ്. നമ്മൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരേ ഒരു ബാലൻസ്, ബാങ്ക് ബാലൻസ് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഭക്തിയുടെ ബാങ്ക് ബാലൻസ് ആണ്. അതെങ്ങനെയാ അങ്ങനെ പറയാൻ പറ്റുന്നത്? ഭഗവാൻ ഭഗവത്ഗീതയില് പറഞ്ഞിട്ടുണ്ട്, 2.41 പറഞ്ഞിട്ടുണ്ട്,
നേഹാഭിക്രമനാസോസ്തി പ്രത്യവായോ ന വിദ്യത്തെ സ്വൽപമഭ്യസ്യ ധർമ്മസ്യ പ്രായത്തെ മഹതോപായ. അതായത് ഈ ഭക്തിയുടെ പ്രക്രിയയിൽ നിങ്ങൾ എത്ര ചെറിയ കാര്യം ചെയ്താലും അതിൽ ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. മറിച്ച് എന്താണുള്ളത്, കുറച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ മഹാവിപത്തുക്കളിൽ നിന്നും ഞാൻ രക്ഷിക്കുന്നതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഭഗവാന്റെ ഗ്യാരണ്ടിയുടെ മുകളിൽ നമുക്ക് വേറെ എന്താ വേണ്ടത്? സോ എന്ത് ചെറിയ കാര്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മള് ഭഗവാന്റെ ഭക്തിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ച് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും. ഇനി ഈ ദാമോദര മാസത്തില് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയ 6 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. 1, ഭഗവാൻ ദാമോദരന് നെയ്വിളക്ക് കാണിക്കുക, ദാമോദരാഷ്ടകം ചൊല്ലുക. 2, തുളസി ദേവിക്ക് വിളക്ക് കാണിക്കുക, വെള്ളം നനയ്ക്കുക. 3, ഹരികൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. ജപിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മാലകൾ ജപിക്കാൻ ശ്രമിക്കുക. 4, ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത വായിക്കുക. കുറഞ്ഞ പക്ഷം ചതുശ്ലോകി ഭഗവത്ഗീതയും ഭാഗവതമെങ്കിലും വായിക്കുക. ഈ മാസത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീത ചാപ്റ്റർ 12 12ാം അധ്യായവും ശ്രീമദ് ഭാഗവതത്തിലെ 10ാമത്തെ കാണ്ഡവുമാണ്. 5ാമത്തത് പ്രസാദം മാത്രം കഴിക്കുക, കുറഞ്ഞ പക്ഷം സസ്യഭുക്കെങ്കിലും ആവുക. 6, ദാനം ചെയ്യുക. 7 ദാനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടെങ്കിൽ ഈ മാസത്തിൽ നമ്മൾ എന്ത് ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അതിന് 100 മടങ്ങ് ബെനിഫിറ്റ്, കൃപ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സാധാരണ മാസത്തെക്കാട്ടിലും. അതുകൊണ്ട് ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തുക. എല്ലാവരും ദാമോദര മാസം അനുഷ്ഠിക്കുക. ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം എല്ലാ ദിവസവും മാറ്റിവെക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. മാതാജി കാർത്തിക മാസത്തിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് പോയി. അതില് തുളസി സേവയുടെ കാര്യം പറഞ്ഞു. ഞാൻ എല്ലാ പ്രാവശ്യവും മറ്റു ദാനങ്ങളുടെ കാര്യം പറയുമായിരുന്നു. ഇന്ന് തുളസി സേവ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, ശ്രേഷ്ഠമാണ് തുളസി സേവ എന്നുള്ളത് നമുക്കിന്ന് നോക്കാം. രാധാറാണി ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്, ഇപ്പം ഭഗവാൻ എന്നും വൈകിട്ട് കാലികളെ മേച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എല്ലാവർക്കും കൃഷ്ണനോട്, അവിടുത്തെ ഭർത്താക്കന്മാർക്ക് മറ്റു ആണുങ്ങൾക്കെല്ലാം കൃഷ്ണനോട് ഭയങ്കര അസൂയയാണ് ആ സൗന്ദര്യം കണ്ടിട്ട്. ഇവര് സ്ത്രീകളോട് പറയും, വൈകിട്ട് ഒരു അസുരൻ വരും, അപ്പം അവരിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങൾ വാതിൽ തുറക്കരുത്, ജനലും വാതിലുമെല്ലാം അടച്ചിട്ടിരിക്കണം. രാധാറാണിക്ക് ആകാംക്ഷ, ഗോപികമാർക്ക് ആകാംക്ഷ. അങ്ങനെ ഒരു ദിവസം രാധാറാണി ജനല് പതുക്കെ തുറന്നു നോക്കുമ്പോൾ ഘനശ്യാമമേഘവർണ്ണനായ ഭഗവാൻ ഇങ്ങനെ നടന്നു, കൃഷ്ണൻ ഓടക്കുഴലിന് മോദി കാലികളെയും മേച്ചിങ്ങനെ നടന്നു പോകുന്നു. എത്ര സൗന്ദര്യം! ആ സൗന്ദര്യത്തിൽ അങ്ങ് മതിമറന്നു. രാധാറാണി ആ ലോകമേ പരിസരമേ മറന്നുപോയി. കൃഷ്ണൻ ഓടി മറഞ്ഞിട്ടും രാധാറാണി അങ്ങനെ നോക്കി നിന്നു. അതൊരു പതിവാക്കി. ഗോപികമാര് ചോദിക്കും, രാധയെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ കൃഷ്ണനെ എന്നുള്ളത്. കൃഷ്ണ എന്ന് പറയുമ്പോൾ പോലും രാധാറാണി പരിസരം മറന്ന് ഇരുന്നു പോകും. രാധാറാണി പറയും, എനിക്ക് അദ്ദേഹത്തെ എങ്ങനെ നേരിട്ട് കാണാൻ പറ്റും? എന്റെ അടുത്ത് എപ്പോഴാണാവോ കൃഷ്ണൻ വരുന്നത്? അപ്പം പ്രിയപ്പെട്ട സഖിമാരിലെ ചന്ദ്രാനന പറയും, നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ പ്രീതിക്ക് മറ്റൊന്നുമല്ല ഏറ്റവും വലുത് ചെയ്യേണ്ടത് തുളസിയെ നട്ടുപരിപാലിക്കുക, തുളസി സേവനം ചെയ്യുക എന്നുള്ളതാണ്. തുളസിയെ നട്ടുക, അതിനെ പരിപാലിക്കുക, അതിനെ സ്പർശിക്കുക, ധ്യാനിക്കുക, കീർത്തിക്കുക, തുളസീദളങ്ങൾ കൊണ്ട് ഭഗവത് അർച്ചനകൾ ചെയ്യുക. ഇവയൊക്കെ വളരെ പ്രധാനമാണ്.
ഇങ്ങനെ വിവിധങ്ങളായ രൂപത്തിലുള്ള തുളസി ഭക്തി അത്രയും വലിയ സുഹൃതം നേടിത്തരും. ശ്രദ്ധയോടെ തുളസി നട്ടു വളർത്തുമ്പോൾ അതിന്റെ ശാഖകളും ദളങ്ങളും പുഷ്പങ്ങളും വർദ്ധിക്കുന്നതനുസരിച്ച് സേവകനിൽ അഭിവൃദ്ധി ഉണ്ടാകും. മറ്റെല്ലാ പത്രങ്ങളാലും പുഷ്പങ്ങളാലും പൂജിച്ച ഫലം തുളസീദളാർച്ചന കൊണ്ട് ലഭ്യമാകുന്നു. തുളസി പത്രം കൊണ്ട് ഭഗവാനെ അർച്ചിക്കുന്നവന്റെ പാപങ്ങൾ താമരയിലയിൽ വീണ വെള്ളത്തുള്ളി പോലെ അവനെ സ്പർശിക്കുന്നില്ല. തുളസീവനം സ്ഥിതി ചെയ്യുന്ന ഗൃഹം തീർത്ഥസ്ഥലമാണ്. യമകിങ്കരന്മാർക്ക് ആ സ്ഥലം നിഷിദ്ധമാണ്. അത് സർവപാപഹരമാണ്. തുളസീ സേവകന്മാർ യമഭടന്മാരെ കണ്ണുകൊണ്ട് കാണുക കൂടി ചെയ്യുകയില്ല. പുഷ്കരാദി തീർത്ഥങ്ങളും ഗംഗ തുടങ്ങിയ പുണ്യനദികളും തുളസിയിൽ സ്ഥിതി ചെയ്യുന്നു. മരണസമയത്ത് തുളസിക്കതിരണിഞ്ഞ ദേഹത്തിൽ അന്തകൻ ഭയപ്പെടുന്നു. തുളസിത്തണ്ടരച്ച ചന്ദനം ദേഹത്തിൽ ധരിച്ചാൽ അവരെ പാപം തീണ്ടുകയില്ല. തുളസി സവിധത്തിലിരുന്ന് ശ്രാദ്ധമൂട്ടിയാൽ പിതൃക്കൾക്ക് നാശരഹിതമായ സദ്ഗതി ലഭിക്കുന്നു. ഭഗവാന്റെ ഗുണങ്ങളെ പോലെ തന്നെ തുളസിയുടെ ഗുണങ്ങളെയും പറഞ്ഞു തീർക്കാവുന്നതല്ല. അതിനാൽ ഭവതി അങ്ങ് തുളസി സേവ തുടങ്ങുക. ചന്ദ്രാനനയുടെ വാക്യം കേട്ടിട്ട് സന്തുഷ്ടയായ രാധാറാണി ഹരിതോഷണമെന്നു കൂടി പേരുള്ള തുളസി സേവ ആരംഭിച്ചു. കേതകീ വനത്തിന്റെ മധ്യത്തിലായി 100 മുഴം വ്യാസത്താൽ വൃത്താകാരത്തിൽ സ്വർണം പൂശിയ ഭിത്തിവെടുത്തുയർത്തി പത്മനാഭം കൊണ്ട് പുറമതിൽ അലങ്കരിച്ച് നിലത്ത് കോലമിട്ട് ചിത്രപ്പണി ചെയ്ത് സ്വർണ്ണക്കൊടിമരം നാട്ടി വിധാനിച്ചു. മനോഹരമായ തുളസി മന്ദിരത്തിലെ തറയിൽ പച്ച പിടിച്ച് തുളസി തൈകൾ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചു. അങ്ങനെ ഗർഗാചാര്യനെ ക്ഷണിച്ചു വരുത്തി അഭിജിത്ത് എന്ന നക്ഷത്രത്തിൽ ശുഭമായ മുഹൂർത്തത്തിൽ തുളസി സേവ ആരംഭിച്ചു. ആശ്വിനം എന്ന ചാന്ദ്രമാസത്തിൽ തുടങ്ങി ചൈത്രമാസ പൗർണമിക്ക് അവസാനിക്കത്തക്ക തരത്തിൽ ഭക്തിയോടെ വ്രതമനുഷ്ഠിച്ചു. വൃഷഭാനുനന്ദിനിയായ രാധ പാല്, കരിമ്പിന്നീര്, ആമ്രരസം, പഞ്ചാമൃതം എന്നിവകളെ കൊണ്ട് മാറി 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 തുളസികൾക്ക് സ്വയജനവും അഭിഷേകവും നടത്തി. വൈശാഖ പ്രതിപദത്തിന്റെ ദിവസം വ്രതം കാലം കൂടി 2 ലക്ഷം ബ്രാഹ്മണർക്ക് 56 വിഭവങ്ങൾ അടങ്ങിയ സദ്യ നൽകി. ധാരാളം ദക്ഷിണയും കൊടുത്തു. അനേകം മുത്തുകൾ, പട്ടുവസ്ത്രങ്ങൾ, രത്നങ്ങൾ, സ്വർണം എന്നിവ ആചാര്യനായ ഗർഗമഹർഷിക്ക് ദാനം ചെയ്തു. ദേവകൾ ദുന്ദുഭി മുഴക്കി. ആ ശുഭലഗ്നത്തിൽ അപ്സരസ്സുകൾ നൃത്തമാടി. ഹരിപ്രിയായ തുളസീദേവി ഗരുഡാരൂഢയായി കിരീടകുണ്ടലങ്ങൾ അണിഞ്ഞ് കാരുണ്യാമൃതം പൊഴിയുന്ന നേത്രങ്ങളുമായി അവിടെ ആവിർഭവിച്ചു. പീതാംബരം കൊണ്ട് മറച്ച കേശഭാരത്തോടും മാറിൽ ധരിച്ച വൈജയന്തിമാലയോടും കൂടി ആ ദേവി പക്ഷിവാഹനത്തിൽ നിന്നും ഇറങ്ങി വന്ന് രാധയെ സപ്രേമം ആലിംഗനം ചെയ്ത് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, രാധികെ, ഞാൻ നിന്നിൽ അതീവ പ്രസന്നനായിരിക്കുന്നു. നിന്റെ എല്ലാ മനോരഥങ്ങളും വേഗത്തിൽ തന്നെ സഫലമാകും. നിന്റെ കൃഷ്ണപ്രേമം ലോകത്തിനൊരു മാതൃകയായി തീരും. നിന്റെ കീർത്തി ലോകമെങ്ങും പരക്കും. ഇങ്ങനെ തന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്ന ദേവിക്ക് തനിക്ക് ഗോവിന്ദ പാദങ്ങളിൽ അഹേതുകമായ ഭക്തി ഉണ്ടാകണമേ എന്ന് രാധ തിരിച്ചപേക്ഷിച്ചു. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് അനുഗ്രഹിച്ച് ഹരിപ്രിയായ തുളസി അവിടെ നിന്നും മറഞ്ഞു. പ്രസന്നചിത്തയായ രാധ തന്റെ ഗൃഹത്തിലേക്ക് മടങ്ങി. ഇതാണ് തുളസി മാഹാത്മ്യം. ഈ തുളസി മാഹാത്മ്യം കേൾക്കുന്നതും തുളസി സേവ ചെയ്യുന്നതും നമുക്ക് മോക്ഷം കിട്ടാനും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടാനുമുള്ള ഭാഗ്യം കിട്ടും. അതുകൊണ്ട് ഈ കാർത്തിക മാസത്തിൽ അത്രയേറെ പ്രധാനപ്പെട്ടതാണ് തുളസി സേവ. ഭഗവാന്റെ അനുഗ്രഹം എത്രയും പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തുളസി സേവ അതിൻ്റെതായ വിധിപ്രകാരം ചെയ്യണം. ഇവിടെ രാധാറാണി ഭഗവാന്റെ അംശമാണ്, അന്തരംഗ ശക്തിയാണ്. എന്നിട്ടുകൂടി രാധാറാണി ഈ തുളസി സേവ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാനങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ ശ്രേഷ്ഠമാണ്, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്നർത്ഥം. ഹരികൃഷ്ണ. നന്നു റെഡിയല്ലേ? ഹരികൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നമാമീശ്വരം ചൊല്ലിയാൽ മതിയോ ചോദിക്കുന്നു. നമാമീശ്വരം. ശരി, ഓക്കെ, ശരി, ഓക്കെ. അപ്പോൾ ആമി അടുത്ത് റെഡി ആയിട്ടിരിക്കുക. കമൽ റെഡിയാണോ? ആമി അടുത്തൊരു കീർത്തന റെഡി ആയിട്ടിരിക്കുക. കമൽ റെഡിയല്ലേ? 5 minutes പ്രഭു. ഓക്കെ, നോ പ്രോബ്ലം. അടുത്ത രാജീവ് പ്രഭു എന്തെങ്കിലും പറയാനുണ്ടോ? മെസ്സേജ്.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. മെസ്സേജ് ഒക്കെ അനുസരിക്കുന്നുണ്ട് പ്രഭു പറയുന്നതൊക്കെ. മെസ്സേജ് കൊടുക്കാനാണ് പറഞ്ഞത്. ഹരേ സന്ദേശം മെസ്സേജ് ഒക്കെ പ്രഭുവും മാതാജിമാരൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അത് ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു, ജയപ്രകാശ് പ്രഭു തീർച്ചയായിട്ടും പറയാൻ കാണും, പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അതിമധുരമായ ദാമോദര ലീലകളുടെ ഓർമ്മകളുമായി ഈ വർഷത്തെ ദാമോദര അല്ലെങ്കിൽ കാർത്തിക മാസം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈയിടെ സുന്ദർ പ്രഭുവിന്റെ ഒരു പ്രഭാഷണത്തില് ശാസ്ത്രം ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നു: ന വേദ സമം ശാസ്ത്രം, ന കൃതേ സമം യുഗം, ന ഗംഗാ സമം തീർത്ഥം, ന കാർത്തിക സമം മാസം. ന വേദ സമം ശാസ്ത്രം, വേദത്തില് സമമായിട്ട് ഒരു ശാസ്ത്രവുമില്ല. ന കൃതേ സമം യുഗം, കൃതയുഗം സത്യയുഗത്തിന് സമമായിട്ട് ന യുഗം, ഒരു യുഗവും ഇല്ല. ന ഗംഗാസമം തീർത്ഥം, തീർത്ഥസ്ഥാനങ്ങളിൽ ഗംഗയ്ക്ക് സമമായിട്ട് വേറൊരു നദിയുമില്ല. അതുമാതിരി കാർത്തിക മാസത്തിന് സമമായിട്ട് ഒരു മാസവുമില്ല. കാർത്തിക മാസം എല്ലാ മാസങ്ങളിലും വെച്ച് പുണ്യവും ശ്രേഷ്ഠവും പുണ്യങ്ങളിൽ മഹാപുണ്യവുമാണ്. ഹരിഭക്തി വിലാസത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യപ്പടേ പ്രയതോ നിത്യം ശ്ലോകം ഭാഗവതാം മുനെ അഷ്ടാദശ പുരാണാനാം കാർത്തികേ ഫല മാപ്നുയാത്. കാർത്തിക മാസത്തിൽ ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ പതിവായി വായിക്കുന്ന അല്ലെ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തി 18 പുരാണങ്ങളും പാരായണം ചെയ്യുന്നതിൻ്റെ പുണ്യഫലങ്ങൾ നേടുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത ദിവസവും വായിക്കാൻ ശ്രമിക്കുക. സ്മിത മാതാജി പറഞ്ഞവര് അറ്റ്ലീസ്റ്റ് ഭഗവത്ഗീതയിലെ 12ാമത്തെ അധ്യായമെങ്കിലും വായിക്കുക, ഭാഗവതത്തിലെ 10ാമത്തെ കാണ്ഡം വായിക്കുക, അതുമല്ലെങ്കിൽ ചതുർശ്ലോകം വായിക്കുക. ഒപ്പം ദാമോദരാഷ്ടകം ചൊല്ലി നെയ്ദീപം കാണിച്ച് ആരതി ചെയ്യുക, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, തുളസി പൂജ ചെയ്യുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ ചെറുതാണെങ്കിലും വളരെ ശ്രേഷ്ഠമായ സന്ദേശം. ഹരേ കൃഷ്ണ. അപ്പം ഹരേ കൃഷ്ണ. അപ്പം സ്കന്ദപുരാണത്തിലെ ആ മെസ്സേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് കാർത്തിക മാസം. ഞാൻ രഞ്ജിത് ജിയുടെ അൾത്താര ഓക്കെ അല്ല ശ്രേഷ്ഠമായ മാസം. അതുപോലെ ഭാഗവതം വായിക്കുന്ന ആ പ്രാധാന്യത കൂടി പറഞ്ഞു. പ്രഥമ സ്കന്ധത്തില് കുന്തി ദേവിയുടെ പ്രാർത്ഥനകൾ വരുന്നു. 8ാമത്തെ അധ്യായമാണ്. ഇവിടെ കുന്തി ദേവിയുടെ പ്രാർത്ഥനയുടെ 2ാമത്തെ ശ്ലോകം, അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകം പറയുന്നു: മായാ ജവനിക ആച്ഛന്നം ആജ്ഞ അദോഷജം അവ്യയം നലിഷ്യസേ മൂഢദൃശ നാടോ നാട്യധരോ യഥാ. മായാ ജവനിക ആച്ഛന്നം ആജ്ഞം അദോഷജം അവ്യയം നലിഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ. പരിമിതമായ ഇന്ദ്രദൃഷ്ടിക്ക് അതീതനാകയാൽ മായയുടെ യവനികയാൽ മൂടപ്പെട്ട നിത്യ
അഗർഹ്യ ഘടകമാണ് അങ്ങ്. ഒരു നടൻ എന്ന വ്യക്തിയെ കഥാപാത്രത്തിൽ നിന്നും വേർതിരിച്ചറിയാൻ മൂഢനിരീക്ഷകർക്ക് കഴിവില്ലാത്തതുപോലെ അങ്ങ് വിഡ്ഢിയായ വീക്ഷകന് അദൃശ്യനാകുന്നു. വിഡ്ഢികൾക്ക് ഒരിക്കലും ഭഗവാനെ കാണാൻ പറ്റുകയില്ല. മൂഢന്മാർക്ക്, റാസ്കൽസ്, അവർക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുകയില്ല. അവിടെയാണ് ഭഗവാൻ പറയുന്നത്, അവജാനന്തിമാ മൂഢ മാനുഷം തനുമാശ്രിതം പരംഭാവമജാനന്തു മമഭൂത മഹേശ്വരം. പ്രഭുപാദരുടെ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ റാസ്കൽസിന്, മൂഢന്മാർക്ക് ഒരിക്കലും ഭഗവാനെ അതിൻ്റെതായ പ്രഭാവത്തോടെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പം നമ്മൾ വളരെയേറെ ഭാഗ്യം ചെയ്തവരാണ്. ഈ കാർത്തിക മാസത്തിൽ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നു, ഭഗവാനെ കുറിച്ച് കീർത്തിക്കുന്നു, കാർത്തിക മാസ പൂജകൾ ചെയ്യുന്നു, ദാമോദര ആരതി ചെയ്യുന്നു, തുളസി സേവനം ചെയ്യുന്നു. നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്. എന്തൊക്കെ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, പക്ഷേ ഭഗവാനെ സേവിക്കാനുള്ള സന്ദർഭം നമുക്ക് കിട്ടുന്നല്ലോ, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എന്തൊക്കെ ദുഃഖങ്ങൾ ഉണ്ടാകട്ടെ, നമുക്ക് ഭഗവാനെ വിളിക്കാൻ നാവ് പൊങ്ങുന്നല്ലോ, അത് തന്നെയാണ് ഭാഗ്യം. കാമുകി കാമുകന്മാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകട്ടെ, അന്ന് ആഹാരം കഴിച്ചിട്ടില്ലെന്ന് കൂടി വിചാരിച്ചു, പട്ടിണിയാണ്, ഒന്നും എടുക്കാനില്ല, എന്നാലും തന്റെ കാമുകിയെ കാണുമ്പോൾ വിശപ്പെല്ലാം മറന്ന് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവർ അവരുടേതായ ലോകത്തേക്ക് പോകുന്നു. അവിടെ ഒരിക്കലും ഇന്ന് ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല എന്ന് ഒരിക്കലും പറയത്തില്ല. ഇന്ന് ഞാൻ പട്ടിണിയാണ്, എനിക്ക് വിശക്കുന്നു, നമുക്ക് ഇന്ന് കാണണ്ട, സംസാരിക്കണ്ട എന്ന് ഒരിക്കലും പറയത്തില്ല. ആ പട്ടിണിയെല്ലാം മറച്ചു വെച്ചിട്ട്, തന്റെ ഇല്ലായ്മയെല്ലാം പുറത്ത് കാണിക്കാതെ ആ കാമുകിയോട് അഹേതുകമായ സ്നേഹം നമ്മൾ കാണിക്കും. അതുപോലെയോ അതിലുപരിയോ നമ്മുടെ ഇല്ലായ്മകളെല്ലാം മറന്നിട്ട് ഭഗവാനെ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ നിന്ന് ആനന്ദം കാണണം. ഹരേ കൃഷ്ണ. കമൽ റെഡിയല്ലേ? ഹരേ കൃഷ്ണ പ്രഭു. യെസ്, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വീഡിയോയിൽ വരിക, അൺമ്യൂട്ട് ആവുക. ഹരേ കൃഷ്ണ, വരൂ. ഓക്കെ. ഹരേ കൃഷ്ണ. ഓക്കെ, ക്ലിയർ ആണോ? കേൾക്കാൻ ക്ലിയർ ആണ്. ഓക്കെ, ശരി. ഓക്കെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ
Hare Krishna, Krishna Krishna, Hare
Hare Krishna. Thank you. Hare Krishna. Very good. Thank you. ഭഗവാന്റെ നാമം എത്ര ചൊല്ലിക്കഴിഞ്ഞാലും എത്ര കേട്ടാലും മതിയാവുകയില്ല. നമോ ദേവദാമോദരാനന്ദ വിഷ്ണു പ്രസീദ പ്രഭോ ദുഃഖ ജലാതിമഗ്നം കൃപാദൃഷ്ടിവൃഷ്ട്യാതിദിനം ബതാനു ഗൃഹാനേശമാമജ്ഞം യഥേശ്യ കൃപാദൃഷ്ടിവൃഷ്ട്യാതിദിനം ബതാനു ഗൃഹാനേശമാമജ്ഞം യഥേശ്യ. പരമദിയോത്തമനായ ഭഗവാനെ, ഞാൻ അവിടുത്തേക്ക് എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കട്ടെ. ദാമോദര, അനന്ത, വിഷ്ണു, തമ്പുരാനെ, ഈശ്വര, ദയവായി എന്നിൽ സന്തുഷ്ടനായാലും അവിടുത്തെ കരുണാകടാക്ഷം എന്നിൽ ചൊരിഞ്ഞുകൊണ്ട് സംസാര സാഗരത്തിൽ ആഴ്ന്നുപോയ പാവപ്പെട്ട ഈ വിഡ്ഢിയെ മോചിപ്പിക്കുന്നതോടൊപ്പം എന്റെ നയനങ്ങൾക്ക് ഗോചരമായി ഭവിക്കുവാനും കരുണ കാണിക്കണമേ. ഈ കാർത്തിക മാസത്തില് അതാണ് നമ്മുടെ പ്രാർത്ഥന. എല്ലാവർക്കും എല്ലാ പ്രയാസങ്ങളും മാറിക്കൊണ്ട് ഭഗവാന്റെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാനെ ഒരു നോക്ക് കാണാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കാർത്തിക മാസ പൂജ നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കാം. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കാം. ശില്പമാതാജി, ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിലെ സന്ദേശവുമായിട്ട് കൃഷ്ണ മുകുന്ദ മുരാരേ, കൃഷ്ണ മുകുന്ദ മുരാരേ, ജയോ കൃഷ്ണ മുകുന്ദ മുരാരേ, കരുണാസാഗര കമലാനായക, കരുണാസാഗര കമലാനായക, കനകാംബരധാരി ഗോപാല, കനകാംബരധാരി ഗോപാല, കൃഷ്ണ മുകുന്ദ മുരാരേ. കാളിയമർദന കംസനിഷൂദന, കാളിയമർദന കംസനിഷൂദന, കമലായതനയന ഗോപാല, കമലായതനയന ഗോപാല, കൃഷ്ണ മുകുന്ദ മുരാരേ. കുട്ടില കുണ്ടലം കുവലയദള നീലം, മധുരാ മുരളീരവലോലം, കോട്ടി മദന ലാവണ്യം ഗോപീ പുണ്യം, ഭജാമി ഗോപാലം, ഗോപീ ജന മനമോഹന വ്യാപക, ഗോപീ ജന മനമോഹന വ്യാപക, ഗോപീ ജന മനമോഹന വ്യാപക, ഗോപീ ജന മനമോഹന വ്യാപക, കുവലയദള നീല ഗോപാല, കുവലയദള നീല ഗോപാല, കൃഷ്ണ മുകുന്ദ മുരാരേ, ജയോ കൃഷ്ണ മുകുന്ദ മുരാരേ. Hare Krishna. All glories to all the devotees present here. Humble obeisances to the lotus feet of Lord Krishna. Humble obeisances to the mercy of Srila Prabhupada. നമ്മളിവിടെ ഈ ദാമോദർ മന്ത് ആചരിക്കുന്ന സമയത്ത് ഭക്തിയാണ് നമുക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ. ഐ തിങ്ക് ഓരോ ഡിവോട്ടീസും എന്നും സന്തോഷത്തോടെ പറയുന്ന ഒരു കാര്യമാണ് ദാറ്റ് Bhakti couldn't Prabhu, Manilal Prabhu, thanks to Manilal Prabhu for taking this forward and bringing all of us together, giving us all opportunity to speak, to recite, to give us an opportunity to give messages. You know, it is a great heart of Manilal Prabhu actually. And adana ഏറ്റവും വലിയ qualification of a bhakta, a true bhakta എന്നൊരു qualification ഉണ്ടെങ്കിൽ അതാണ്, that is no ego.
ശരിക്കും പറഞ്ഞാൽ Manilal Prabhu can easily take this class forward, but he is giving opportunity to each one of us to talk. അതേപോലെ തന്നെ I think just 3-4 days back when I sang the Gopika Geetam 4 വരി പാടിയ സമയത്ത് നമ്മുടെ സ്മിത മാതാജി, she came to me and she told me that, you know, that Mataji, please sing the whole of Gopika Geetam. You know, she could have kept her ego and said, no, why should I say that? Why should I even tell? But avade ego vernilla at all, because we are all devotees. Pure devotees idile namukku egos e varilla, you know. So it is all because what we think is that ഇത് ഞാനാണോ ശരിക്കും കൂടുതൽ നന്നായി പാടുന്ന, അതോ അവരാണോ, അല്ലെങ്കിൽ അവരെക്കാട്ടിലും ഞാൻ പാടണോ, അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കണോ, അതല്ല ഇവിടെ. Here it is only Krishna. It is not the devotees. We are not a matter here at all. You know, it is Krishna ആണ് നമ്മുടെ സെന്റർ പോയിന്റ്. സോ ആരാണ് കൂടുതൽ കൃഷ്ണനെ ഹാപ്പി ആക്കുന്നത് അല്ലെങ്കിൽ ഡിവോട്ടീസിനെ ഹാപ്പി ആക്കുന്നത്, അത് എല്ലാവർക്കും സന്തോഷമാണ്. അതാണ് ഒരു പ്യോർ ക്വാളിറ്റി ഓഫ് എ ഡിവോട്ടി ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ ഭക്തി അത്രയും എളുപ്പമല്ല നമുക്ക് കിട്ടാനും. ബിക്കോസ് നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മൾ കുറച്ച് സേവ ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഭക്തി വരും. അതൊരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ബിക്കോസ് കൃഷ്ണ is not going to give us bhakti just like that. It is very difficult to get that. Because കൃഷ്ണയ്ക്ക് കൊടുക്കണ്ട ഭക്തി എന്ന് പറഞ്ഞൊരു ക്വാളിറ്റിയെ കൃഷ്ണ doesn't want to give. Why? Because ഭക്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണനായിരിക്കും നമ്മുടെ പുറകെ വരുന്നത്. You know, he has to come. That is the problem. So he doesn't want to give bhakti. What he wants is that നിങ്ങൾ ഇപ്പം നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ ചതുർവിധ ഭജന്തെ മാം ജന സുകൃതം അർജുന അർത്ഥോ ജിജ്ഞാസുരർത്ഥാതി ജ്ഞാനി ച ഭരത ഋഷഭ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഭഗവാൻ പറയുന്ന 4 സുകൃതികളാണ് എന്നെ തേടി വരുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. സോ ആരാണ് ഈ 4 സുകൃതികൾ? ഹു കം ടു മീ. ഭഗവാൻ അവരെ മതി. He just needs these 4 people. Why? Because avare bhagwante porge poikondirikkum, and Bhagwan wants that. So if you give bhakti, that's it. Pinna Bhagwan bhaktante porge verendi varum. So adunde you know, Bhagwan is actually wanting these 4 sugridigal. Arana 4 sugridigal. So we have the people who want artha, paisa, wealth. Anganta alkar ഭഗവാനെ തേടി വരും. പിന്നെ ജിജ്ഞാസുർ, you know, who want to know, like, you know, what is this and what is that. ഇത് ഒരു എൻസൈറ്റി, ഒരു ക്യൂരിയോസിറ്റി, എന്താണ് ഈ സംഭവം, അങ്ങനത്തെ ആൾക്കാർ ഭഗവാനെ തപ്പി വരും. പിന്നെ മൂന്നാമത്തെ ആൾക്കാര് എന്താണ്, അർത്ഥാർത്ഥി. ഓക്കെ, പേഴ്സൺ ഹു ഇസ് വെരി ഇൻക്വിസിറ്റീവ്, അങ്ങനത്തെ ആൾക്കാർ വരും. അതേപോലെ ജ്ഞാനി, നോളജ് വേണുന്ന ആൾക്കാര്, they will also come and come behind Krishna. So it is not easy to get bhakti. Bhagwan 7th chapter പറയുന്ന പോലെ മനുഷ്യാനാം സഹസ്രേഷു, 3rd ശ്ലോകാണ്, മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിത് മാം വേതി തത്വതഃ എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താ വെച്ചാ ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ, മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത്, കുറച്ചു പേർക്ക്, കശ്ചിത് എന്ന് പറഞ്ഞാൽ ഇത്തിരി, കുറച്ചു പേർക്ക് മാത്രമേ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ആൻഡ് ആ കുറച്ചു പേരിൽ മാത്രമേ ഭഗവാനെ പ്രാപിക്കാനും പറ്റുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് വെരി ഈസി. സോ എങ്ങനെയാണ് നമ്മൾ ഈ ലെവലിലോട്ട് എത്തുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ചെങ്കിലും ആ ഒരു ഭക്തി ലെവലിലോട്ട് എത്തുക? ഞാൻ ശബരിമല ഇത് യുനോ സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ താഴെ വന്നപ്പോഴത്തേക്ക് ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ജേർണലിസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ദാറ്റ് നിങ്ങൾക്ക് മാത്രമാണോ ഭക്തി? അപ്പൊ ഈ കേറാൻ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് ഭക്തി ഇല്ല എന്നാണോ പറയുന്നത്? നിങ്ങൾക്ക് എങ്ങനെ അളക്കാൻ പറ്റും ഭക്തി? അപ്പൊ ഞാൻ പറഞ്ഞു, വളരെ നല്ല ക്വസ്റ്റ്യൻ അത്. ബിക്കോസ് നമുക്ക് ഭക്തി അളക്കാൻ പറ്റില്ല. എന്റെ ഉള്ളിൽ എത്ര ഭക്തി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ കാപട്യമാണോ കാണിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഓക്കെ, അവർക്ക് പ്രോബബ്ലി ശരിക്കും ഭക്തി ഉണ്ടാവും. അതെങ്ങനെ നമുക്ക് അളക്കാൻ പറ്റും? സോ ഞാൻ പറഞ്ഞു, നമുക്ക് ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് നോട്ട് ഈസി ടു കാൽക്കുലേറ്റ് ഹൗ മച്ച് ഭക്തി ഈച്ച് പേഴ്സൺ ഹാസ്. ബട്ട് ഒരു ഭക്ത എന്ന് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഭഗവാനെ അറിയണം, ഭഗവാന്റെ അടുത്ത് പ്രേമം ഉണ്ടാവണം, ഭഗവാന്റെ ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. ഇതെല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളൊരു ഭക്ത എന്നൊരു ക്വാളിഫിക്കേഷൻ തന്നെ ഉണ്ടാവുള്ളൂ. യു ക്യാൻ ജസ്റ്റ് എൻറ്റർ ദാറ്റ് ക്വാളിഫിക്കേഷൻ, യു ക്യാൻ പാസ് ദി എൻട്രൻസ് ടെസ്റ്റ് ഓഫ് ദാറ്റ് ബീങ് എ ഭക്ത. അല്ലെങ്കിൽ യു ആർ നോട്ട് ഗോയിങ് ടു ബി എ ഭക്ത, യു സീ. സോ ഭക്തിക്ക് എന്തൊക്കെയാണ് വേണ്ടിയ? നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്,
ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഇതാണ് 9 ഡിവോഷണൽ സർവീസസ്. നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് കുറച്ചെങ്കിലും നമുക്ക് ഇതൊക്കെ വരിക. ദാറ്റ് ഈസ് ശ്രവണം. നമ്മളിപ്പം രാജീവ് പ്രഭു ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ പ്രഭുക്കന്മാരുടെയും മാതാജിമാരുടെയും കാര്യങ്ങൾ കേട്ട് ഞാൻ സന്തോഷിക്കുകയാണ് എന്ന് പറഞ്ഞത് വലിയ കാര്യമാണത്. ബിക്കോസ് ശ്രവണം ഇസ് എ ബിഗ് ഡിവോഷണൽ സർവീസ്. നമ്മളിങ്ങനെ കേൾക്കുക, ഭഗവാന്റെ പേരുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. എത്ര പ്രാവശ്യം നമ്മൾ കേട്ടാലും നമുക്ക് മടുപ്പ് തോന്നില്ല. ഞാൻ എത്ര മണിലാൽ പ്രഭുവിനെ അറിയാം. ഞാൻ 8th സ്റ്റാൻഡേർഡ് മുതൽ ഇസ്കോണിൽ പോകുന്ന ആളാണ്. അത് ഇവിടെ, അതും ദുബായില്. ഇസ്കോൺ തുടങ്ങിയ കാലം മുതലേ പോകുന്നതാണ് ക്ലാസ്സിന്. എനിക്ക് ഇന്നേ വരെ മടുപ്പ് തോന്നിയിട്ടില്ല. അതേ കഥകളൊക്കെയാണ് പറയുന്നത് ഓരോ തവണയും. പക്ഷെ ഓരോ തവണയും അതിന്റെ രസം കൂടി കൂടി വരാണ്. it is increasing the taste. ഇതാണ് പറയുന്നത് ഹയർ ടേസ്റ്റ്. ഇറ്റ് ഇസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. അതുകൊണ്ടാണ് ഭാഗവതത്തിലെ 1ാം കാണ്ഡത്തിലെ 1ാം ചാപ്റ്ററിലെ 3ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന പിബത ഭാഗവതം രസമാലയം എന്നാ പറയുന്നത്. ഇതൊരു രസമാണ്. ഇത് ആനന്ദത്തോടെ നമ്മൾ രസിക്കുകയാണ്, അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ഇതിന്റെ ഇത് മനസ്സിലാവുള്ളൂ, അതിന്റെ ഒരു സത്ത് മനസ്സിലാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ. സോ വി ആർ സോ ലക്കി, വി ആർ ഓൾ വെരി ലക്കി ടു ഈവൻ കം ഹിയർ ആൻഡ് ലിസൺ ടു ദീസ് തിങ്സ് ആൻഡ് ടു ലിസൺ ടു ആൻഡ് ടേക്ക് പാർട്ട് ഇൻ ഇറ്റ്. ശ്രവണം ചെയ്യുന്നുണ്ട്, കീർത്തനം ചെയ്യുന്നുണ്ട്, പാദസേവനം ചെയ്യുന്നുണ്ട് ഭഗവാന്റെ. വി ഡൂയിങ് ദാമോദർ ആർത്തി. ഇതെല്ലാം ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും നമ്മൾ ക്വാളിഫൈഡ് ആവും, so at least entrance എങ്കിലും പാസ് ആവും, so thank you very much for the opportunity, Manilal Prabhu. Hare Krishna to all of you. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, താങ്ക് യു. ഹരേ കൃഷ്ണ. ഇതില് പറഞ്ഞ ഒന്ന് ശ്രീമദ് ഭഗവത്ഗീതയില് 16ാമത്തെ അധ്യായത്തില് 21ാമത്തെ ശ്ലോകം പറയുന്നു, ത്രിവിധം നരകസ്യേത ദ്വാരം നാശന ആത്മനഃ കാമ ക്രോധസ്തഥ ലോഭസ്തസ്മാത് ഏതത്രയാ ത്യജേത് ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ കാമക്രോധസ്തഥാ ലോഭ സമേതത്രയം ത്യജേത്. നരകത്തിന് കവാടങ്ങൾ 3ഉണ്ട്. കാമം, ക്രോധം, ലോഭം. ബുദ്ധിയുള്ള എല്ലാവരും ഇവയെ ഉപേക്ഷിക്കണം. കാരണം അവ ആത്മാവിന്റെ അധപ്പതനത്തിലേക്ക് വഴിതെളിക്കും. എവിടെ അസൂയയുണ്ടോ, എവിടെ അത്യാഗ്രഹമുണ്ടോ, എവിടെ രാഗങ്ങളുണ്ടോ, അവിടെ എല്ലാം കാമവാസനകൾ, അവിടെയെല്ലാം ആത്മാവിന് നാശമുണ്ടാകും, ജീവിതത്തിന്റെ നാശത്തിലേക്ക് നയിക്കും. അതില് എൻ്റെ അച്ഛനാണ് എൻ്റെ ഗുരു. അച്ഛൻ എപ്പോഴും പറയും, ഞാൻ എന്തെങ്കിലും വന്ന് പറയുമ്പം ഒരു പക്ഷേ അത് അസൂയയോടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇഷ്ടക്കേട് കൊണ്ടായിരിക്കാം, അതെല്ലാം ഉണ്ടെങ്കിൽ അവർ ചെയ്ത് തെറ്റായത് കൊണ്ടായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, നെഗറ്റീവായിട്ടായിരിക്കും ചെയ്യുന്നു പറയുന്നത്. എൻ്റെ അച്ഛൻ പറയാറുണ്ട്, നഞ്ചിരിക്കുന്നിടത്തെ പിഞ്ചുകയുള്ളൂ. നഞ്ച എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? പ്രഹ്ലാദൻ ചേട്ടാ നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ, നഞ്ചിരിക്കുന്നിടത്തെ പിഞ്ചത്തോളം എന്ന് പറയും. എന്താണ് അതിന്റെ അർത്ഥം? മ്യൂട്ടാണ്. നഞ്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ വെള്ളത്തിൽ കലക്കിയിട്ട് മീനെ പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അത് വെച്ച് അല്ല ചേട്ടാ. നഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ജീവിയുണ്ട്. അതായത് നമ്മുടെ നാട്ടില് പണ്ട് ഈ മുണ്ടൊക്കെ തുണിയൊക്കെ അലക്കിയിട്ട് നമ്മൾ ഈ തടിപ്പെട്ടിക്കകത്താ വെക്കുന്നത്, ഓർമ്മയുണ്ടോ? ചില സമയത്ത് മണത്തിന് വേണ്ടിയിട്ട് കൈതപ്പൂവൊക്കെ ഇട്ട് വെക്കാറുണ്ട് പണ്ടുള്ളവര്. അയൺ ചെയ്യാത്തവര് തലയണയ്ക്കടിയിലൊക്കെ ആയിരിക്കും ഇത് വെക്കുന്നത്. അപ്പം അങ്ങനെ അലക്കി വെച്ചിരിക്കുന്ന മുണ്ടില് നഞ്ച് നമ്മുടെ ചെറിയൊരു ജീവി ഇരിക്കും. ഈ ജീവി അവിടെ ഇരുന്നുകൊണ്ട് വിസർജിക്കും. വിസർജിച്ചു കഴിഞ്ഞാൽ അതിന്റെ പരിണത ഫലം എന്ന് പറഞ്ഞാൽ ആ മുണ്ട് ആ ഭാഗം പൊടിഞ്ഞു പോകും. ഇപ്പൊ പറഞ്ഞു മനസ്സിലായില്ലേ? നഞ്ചിരിക്കുന്നിടത്തെ പിഞ്ചുകയുള്ളൂ. അവിടെ നഞ്ചിരുന്നിട്ട് വിസർജിച്ചിട്ട് പൊടിഞ്ഞു പോയി, അപ്പം പിഞ്ചി പോവും, പൊടിഞ്ഞു പോകും. പിന്നെ മുണ്ടെടുക്കുമ്പം അവിടെ നമ്മൾ പിടിക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അവിടെ കീറിപ്പോവും, പൊടിഞ്ഞു പോകും. നമ്മുടെ ഹൃദയത്തിൽ അസൂയയുടെ എന്തെങ്കിലും തീണ്ടലുകൾ ഉണ്ടെങ്കിൽ അത് നഞ്ചായിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് നിന്റെ മനസ്സ് നീ ക്ലിയർ ആക്കുക, ബാക്കിയുള്ളവരെല്ലാം റെഡി ആയിക്കോളും.
മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള അധികാരം നിനക്കില്ല എന്ന് എൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നിട്ട് കൂടി ഞാൻ എന്തെങ്കിലും പറയുമ്പം നീ എന്തിനാടാ ഈ ഹരേ കൃഷ്ണയിലൊക്കെ പോകുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു. എൻ്റെ അച്ഛൻ ഹരേ കൃഷ്ണക്കാരനല്ലായിരുന്നു ആ സമയത്ത്. പക്ഷെ എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ പോയത് റൈറ്റ് പാത്താണെന്നുള്ളത് അദ്ദേഹത്തിന്, ആ മഹാമനുഷ്യന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുമ്പോൾ, നമ്മൾ തെറ്റുകൾ കാണിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിനാടാ ഹരേ കൃഷ്ണയ്ക്ക് പോകുന്നത്? ഇപ്പം ഭഗവാന്റെ വഴിയിൽ പോകുമ്പോൾ ഇതൊന്നും ബാധകമാകരുത്. ഹരേ കൃഷ്ണ. ആമി റെഡിയല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഗോപിയാഗീതത്തിന്റെ ഒരു സ്പെഷ്യൽ സെഷൻ ഉണ്ടായിരിക്കും. ശില്പമാതാജി റെഡി ആയിട്ടിരുന്നോളൂ, നമ്മൾ ചെയ്യും സ്പെഷ്യൽ സെഷൻ. ഹരേ കൃഷ്ണ. ആമി കേൾക്കാം. ഹരേ കൃഷ്ണ. ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമഃ യാദവായ മാധവായ കേശവായ നമഃ ഗോപാൽ ഗോവിന്ദ രാമ ശ്രീ മധുസൂദന ഗിരിധരി ഗോപീനാഥ മദന മോഹന ശ്രീ ചൈതന്യ നിത്യാനന്ദ ശ്രീ അദ്വൈത സീത ഹരി ഗുരു വൈഷ്ണവ ഭഗവദ് ഗീത ശ്രീ രൂപ സനാതന ഭക്ത രഘുനാഥ ശ്രീ ജീവ ഗോപാല ഭക്ത രസ രഘുനാഥ ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമഃ യാദവായ മാധവായ കേശവായ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. നമ്മള് ഈ കാർത്തിക മാസത്തിന്റെ കൗണ്ട് ഡൗണിലേക്ക് പോകാം. രഞ്ജിത് ജി എന്തെങ്കിലും മെസ്സേജ് തരാനുണ്ടോ, പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. രഞ്ജിത് ജി കേൾക്കുന്നുണ്ടോ? ഓക്കെ. എന്തുണ്ട് പറയാൻ? മോളെവിടെ? ഞാൻ മകളുടെ പേര് മറന്നു പോകുന്നു, പറയണേ ഒന്നുകൂടെ. എന്തോ? റിയ. റിയ. റിയ എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഒരു പാട്ട് പാടാമോ? ഇല്ലേ? ഓടണ്ട ഓടണ്ട, അവിടെ ഇരുന്നോളൂ, ഓടണ്ട. രഞ്ജിത് ജിയും പ്രത്യേക ഒരു വിഷമ ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജോലി ഏതാണ്ടൊക്കെ പോകാറായി നിൽക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഈ കാർത്തിക മാസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു താങ്ങ് ഭഗവാൻ കൊടുക്കും എന്ന് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പുണ്ട്. 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സ്നേഹ, ഹരേ കൃഷ്ണ. എനി മെസ്സേജ് ടു കാർത്തിക മാസം? പ്രഭു അവിടെ ഇവിടെ ഇല്ല. ഓക്കെ. ഹരേ കൃഷ്ണ. വിപിൻ പ്രഭു പറയൂ, എന്തുണ്ട്? പ്രത്യേകിച്ചൊന്നുമില്ല പ്രഭു. എന്നാലും എന്തോ ഒരു വിശേഷം പറയാനുണ്ട്. ഒന്നുമില്ല. ജയപ്രകാശ് പ്രഭു ഇല്ലേ? ശരിയല്ലേ പറഞ്ഞത്? JP പ്രഭു എന്ന് എന്തൊക്കെ പറയുമെന്ന് പറഞ്ഞിരുന്നുണ്ടായിരുന്നു. JP പ്രഭു പറഞ്ഞു, പ്രഭു കേട്ടില്ലേ? താമസം വന്നപ്പോഴത്തേക്ക്. JP പ്രഭു പറഞ്ഞു, തകർത്തില്ല JP പ്രഭു. പ്രഭു അല്ല എന്താ തന്നാലായത് അണ്ണാനും ചെയ്യുന്നത്, അങ്ങനെ എന്തോ ഇല്ല പ്രഭു? അതെ അതെ, അണ്ണാറക്കണ്ണനും തന്നാലായത്. പക്ഷെ ആ അണ്ണാനെയാണ് ശ്രീരാമചന്ദ്രന് ഏറ്റവും വലിയ ഇഷ്ടമെന്നുള്ളതാണ്. ശ്രീരാമചന്ദ്രന്റെ കരസ്പർശം ആദ്യമായിട്ട് കിട്ടിയത് അണ്ണാനായിരുന്നു.
ഹനുമാൻജിക്ക് പോലും ആ സ്പർശനം കിട്ടിയിട്ടില്ല. ഹനുമാൻജി അണ്ണനെ ഇടയ്ക്കിടയ്ക്ക് തട്ടി എറിയും, കളിക്കുമായിരുന്നു. ആ അണ്ണനെ കൈകൊണ്ട് എടുത്ത് തലോടിയത് ശ്രീരാമചന്ദ്രൻ. ഹരേ കൃഷ്ണ. ഹനുമാൻജിക്ക് പോലും അന്നേരം ആ സൗഭാഗ്യം കിട്ടിയില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം തീർച്ചയായിട്ടും പ്രഹ്ലാദൻ ചേട്ടാ, കാർത്തിക മാസത്തില് ഭഗവാന്റെ പാദസേവ ചെയ്യുക, നെയ്വിളക്ക് കത്തിച്ച് വയ്ക്കുക, ഭഗവാന്റെ ലീലകൾ കേൾക്കുക. നമ്മള് എത്രയൊക്കെ ഉള്ളു. അതേപോലെ നമ്മളെല്ലാം വെജിറ്റേറിയൻ ആവുക. വെജിറ്റേറിയനായിട്ട് ഭഗവാനെ പറ്റി കൂടുതൽ അറിയുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു. നാളെ നമ്മളെല്ലാവരും വിശിഷ്ടമായ വ്യക്തിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ആരാണെന്ന് പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. വിസ്മയല്ലേ അവിടെ? ഉണ്ട് പ്രഭു. ഇവിടെ എവിടെ? വരൂ, 2 പാട്ട് പാടാൻ പറയും. വിസ്മയില്ല, വിസ്മയുടെ അമ്മയെ കാണാനില്ല. എന്തായാലും നാളെ എസ്കേപ്പ് ആവാൻ പറ്റത്തില്ലല്ലോ. നാളെ വരും പ്രഭു എല്ലാരും. നാളെ അപ്പൊ മനസ്സിലായല്ലോ നാളെ എവിടാണെന്നുള്ളത്. ഹരേ കൃഷ്ണ. അപ്പൊ നാളെ നമുക്ക് എല്ലാവർക്കും വിപിൻ പ്രഭുവിന്റെ വീട്ടിൽ കൂടാം. സ്മിത മാതാജി, ഫൈനലി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല പ്രഭു, സന്തോഷം എല്ലാവരുമായി ഒത്തുകൂടാൻ പറ്റുന്നതിൽ. ആൻഡ് സൂം പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് കുറച്ചുകൂടെ എന്താ പറയുക, ആൾക്കാരെ കാണാനും എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ നല്ലോണം ഉണ്ട്. വളരെ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. വിസ്മയ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്നാ പാടിക്കോളൂ. വിസ്മയ നാളെ പാടും പ്രഭു. വിസ്മയ നാളത്തേക്കുള്ള ഒരിക്കലും ഇന്ന് കാണിക്കത്തില്ല. നാളത്തേക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. അതുപോലെ തന്നെ ഞങ്ങള് എല്ലാ വർഷവും പ്രസീത മാതാജിയുടെയും വിജയം പ്രഭുവിന്റെയും വീട്ടിൽ കൂടുന്നത് പ്രത്യേക ഒരു ദിവസമാണ്. ഇന്ന് അച്ഛന്റെ ആണ്ടാണ് അല്ലേ ജയപ്രകാശ് പ്രഭു? അമ്മയുടെ ആണ്ടാണ്. എന്താ പ്രസീത മാതാജി എന്താ പറഞ്ഞേ? അമ്മയുടെ ആണ്ടാണ്. അപ്പം അമ്മയുടെ ആത്മാവിന് മോക്ഷം കിട്ടുക, ഭഗവത് പ്രാപ്തി കിട്ടട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമുക്ക് ഒരു നരസിംഹ കീർത്തനം കൂടെ ചൊല്ലിയിട്ട് നമുക്ക് ദാമോദരാഷ്ടകത്തിലേക്ക് കടക്കാം. പ്രഭു, കാര്യമായ ഒരാളുടെ ബർത്ത്ഡേ ഉണ്ട് ഇവിടെ. ഹരേ കൃഷ്ണ. ഞാൻ എന്റെ സന്തോഷം മറന്നുപോയി, ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. ഇന്ന് നന്നുവിന്റെ പിറന്നാളാണ്. നന്നു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നന്നുവിന് സ്വീറ്റ് ഇല്ലാതെ എങ്ങനെ പറയും?
മധുരമില്ലാതെ മധുരം എങ്ങനെ വരും? രാജീവ് ഇപ്പൊ പാർസൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച എല്ലാവർക്കും പാർസൽ കൊടുത്തേക്കാന്ന് പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ മധുരത്തി. അപ്പം ഞാൻ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഇപ്പൊ ഒരു എനർജറ്റിക് വന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോൾ വീണ്ടും റിയ ഹരേ കൃഷ്ണ, രഞ്ജിത് ജി, ശ്രീദേവി ജി ഹരേ കൃഷ്ണ, പ്രസീത മാതാജി ഹരേ കൃഷ്ണ, വിജയം പ്രഭു ഹരേ കൃഷ്ണ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഹരേ കൃഷ്ണ. നരസിംഹ കീർത്തനം ആര് ചൊല്ലും? പെട്ടെന്ന് ദാമോദരാഷ്ടകം ചൊല്ലിക്കൊണ്ട് നമ്മൾ കൗണ്ട് ഡൗൺ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ദാമോദരാഷ്ടകം ചെല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഭഗവാന്റെ മുന്നിൽ 4 പ്രാവശ്യമാണ് ആരതി ഒഴിയുന്നത്. ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് മുഖകമലത്തിലേക്ക് ക്ലോക്ക് വൈസ് ആയിട്ട് 1, 2, 3, 4. റിപ്പീറ്റേഷൻ ഇല്ല. ഡയറക്ടർ പോവും. ഓക്കെ, നന്നു അല്ലേ? ഹരേ കൃഷ്ണ. റെഡി ആയിട്ടിരിക്കുക. കീർത്തന ഇല്ലേ അവിടെ? അല്ല, നന്ദന ഇല്ലേ അവിടെ? എല്ലാരും ക്ലാസ്സിലാണ്. ഓക്കെ, കുട്ടികൾക്കെല്ലാവരും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. സർവസ്യാഹം കൃതസന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമവോഹനം ച വേദേച്ച സർവൈരഹമേവ വേദ്യോ വേദാന്ത കൃത്വേദ വിദേവചാഹം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓക്കെ, ശിവമാതാജി നരസിംഹ കീർത്തനം പെട്ടെന്ന് പാടിക്കൊള്ളു. ഫാസ്റ്റ് സോങ്. ഭഗവാൻ की जय. ജയ്. നമസ്തേ നരസിംഹായ പ്രഹ്ലാദനാദനായി കന്യാകശിപോർവക്ഷഃ ശിലദന്താനധാനായി तो नरसिंहो परतो यतो यतो यामि ततो नरसिंहो हृदये नरसिंहमदेव शरणं प्रपद्ये तव कर कमलवरे अद्भुत शक्ता पिता हिरण्यकशिपु तनुभृङ्गा केशवधृता नरहरिरूपा जय जगदीश हरे, जय जगदीश हरे, जय जगदीश हरे. जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव. भक्ति विघ्न विनाश लक्ष्मी नरसिंहदेव भगवान की जय, नरहरि की जय, प्रहलाद महाराज की जय, श्रील प्रभुपाद की जय, निताय गौर प्रेमानंदे. ഹരി 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 ബോൾ, ഹരി ബോൾ. ഹരേ കൃഷ്ണ ബോൾ. 5 മിനിറ്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്നു റെഡിയല്ലേ? അഷ്ടകം ചെല്ലാൻ റെഡിയല്ലേ? അതെ പ്രഭു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. രഞ്ജിത് ജി ദീപം തെളിച്ചോളൂ. അഷ്ടകം ചെല്ലുമ്പോൾ 4 പ്രാവശ്യം ഭഗവാന് ആരതി ഒഴിഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഓക്കെ, തുടങ്ങട്ടെ. പ്രസീത മാതാജി സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസകുണ്ടലം ഗോകുലേ പ്രാപദം. നമാമീശ്വരം സച്ചിദാനന്ദരൂപം
റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റേഷൻ വേണ്ട, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. യശോദാഭിയോലോകലാധവമാനം പരാമൃഷ്ടമത്യന്തദ്രുതകോപ്യ രുതന്തം മുഹുർനേത്രയുഗ്മം മൃച്ഛന്തം कराम्बोजयुग्मेन सान्दकनेत्रं मोहश्वासकं भक्तिरेकान्तकण्डा स्थितग्रीव दामोदरं भक्तिबद्धम् इद्रिदिक्स्वलीलाभिरनन्दकुण्डे स्वघोषं निमज्जन्तम् आख्यापयन्तम् तदेशितग्नेषु भक्त्रेचितत्वं पुनः प्रेमतस्तं स्वतावृतिवन्दे वरं देवमोक्षं न मोक्षावतिं वा न चान्यं ऋणेऽहं वरिषादपीह इदं देव पूर्णात् गोपालबालम् सदा मे मनस्यावीरस्तां किमन्ये इदं ते मुखाम्बोजम् अत्यन्तनीलवृतं कुण्डले स्निग्धारक्तैश्च गोप्या मुहुःशुम्बिकं बिम्बरक्तादरं मे मनस्याविरस्तालं लङ्लक्षलाभे नमो देव दामोदरानन्द विष्णु प्रसीद प्रभो दुःखजलाभिमग्नम् कृपादृष्टिवृष्ट्यादिदिनं बतानो गृहाणीशमामग्नं विदीक्ष्य दृश्या कुबेरात्मजौ बद्धमूर्तिवयत्वात् त्वया मोचितौ भक्तिपजौ कृतौ च तथा प्रेम भक्तिं स्वकामे प्रयच्छ न मोक्षे ग्रहोमि दामोदरेह नमस्ते सुदाम्ने स्फुरदीप्तिदाम्ने त्वदीयोदराय विश्वास्य दाम्ने नमो राधिकायै त्वदीयप्रियाय नमो नन्दलीलाय देवाय तुभ्यं हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। श्री दामोदराष्टकम की जय, दामोदर भगवान की जय, श्री राधा दामोदर की जय. हरे कृष्ण. രഞ്ജിത് ജി ആരത് ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. ഓക്കെ, ഞാൻ ഇടയ്ക്കൊന്ന് മാറിയായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ സന്തോഷം. നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും ഞങ്ങളിത് കഴിഞ്ഞിട്ട് വീടുകളിൽ വരും ദാമോദര ഭഗവാന്റെ ഗിഫ്റ്റുമായിട്ട്. ഹരേ കൃഷ്ണ. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, 5 4 3 2 1 0 ഡിം. അടുത്ത കാർത്തിക മാസ പൂജയുമായിട്ട് വിപിൻ പ്രഭുവിന്റെ വീട്ടിൽ നമ്മൾ എത്തിയിരിക്കും. ഹരേ കൃഷ്ണ. നാളെ 7:30.